ഒറ്റക്കല്ലേ, ഞങ്ങൾ 2-3 പേരിലുള്ളൂ. അപ്പൊ ഞങ്ങൾ 3 പേര് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഞാനും ചേട്ടായും പിന്നെ നമ്മുടെ വണ്ടി ഓടിക്കുന്ന പയ്യനും അനീസ്. അനീസ്. പിന്നെ അവൻ നിന്ന് പണിയിപ്പിക്കും, പിന്നെ ഞാൻ പോയിട്ട് വരുമ്പോ ഞാൻ നിന്ന് പണിയിക്കും. ചേട്ടായി നമ്മുടെ വീട് സ്വന്തം വീട് പണിയണ പോലെയാണ്. രാവിലെ എനിക്കോ കുളിച്ച് റെഡിയോ അനീസ് വരെ ഇവർ രണ്ടും കൂടി പോവും. അവിടുത്തെ പണി വന്ന അല്ലെങ്കിൽ രാവിലെ വിളിക്കും, ഷൂട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കും അവരോട് എന്താ പണിക്കാർ വന്നോ നിന്നോ. അപ്പൊ അയ്യോ ഇല്ല ചേട്ടാ ഇന്ന് പണിക്കാർ വന്നിട്ടില്ല. അപ്പൊ തന്നെ പണിക്കാരെ വിളിക്കും, എന്ത് നിങ്ങൾ വരാത്ത. അപ്പൊ ഞങ്ങൾ ഇന്ന ദിവസം വരും. അങ്ങനെ അത് അത്രയും ദിവസം തലക്ക് വെളിവില്ലാത്ത പോലെയായിരുന്നു ചേട്ടായിയുടെ ഓട്ടം. പിന്നെ ആണെങ്കില് പൈസ ഇല്ലാണ്ട് വരുന്ന ഇല്ല ഏട്ടാ, അതൊരു ഇമോഷന്റെ ഒരു ഇതാണ്. ചേച്ചിക്ക് എത്രയാലും അത് എത്രയാലും ഇമോഷൻ ആവില്ല. അല്ലത് എന്താന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ വലിയ കലാകാരനല്ല, വലിയ പേയ്മെന്റ് പഠിക്കുന്ന ആളല്ല. അപ്പൊ അത് കണ്ട് നമുക്ക് തന്നെ ഇത് ചില സമയത്ത് നമുക്ക് കൂട്ടിമുട്ടിക്കാൻ പറ്റാണ്ടാവും. അപ്പൊ ഞാനൊരു ഇവിടുന്ന് അനീസ് വിളിക്കും, ചേട്ടാ ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് വാർക്കലിന് ഇത്ര പേര് ഉണ്ട് ഇതൊക്കെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ പറയാം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ. അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പൊ പിന്നെ ഞാൻ കോളേജിൽ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ പിള്ളേർ പറയും, ചേട്ടാ പൈസയൊന്നും ഇല്ലട്ടാ, ഞങ്ങൾ ഇങ്ങനെ കുഴപ്പമില്ല എനിക്കൊരു 10 ഏക്കർ സിമെന്റ് എടുത്ത് തന്നാന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് സാധനം ഞങ്ങൾ ഈ പറഞ്ഞ സമയം കൊണ്ട് തന്നെ വീടൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പൊ സിനിമ ഇല്ല, അങ്ങനെയില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മൊത്തം വീടിന്റെ ലോണ്, വണ്ടിയുടെ ലോണ്, ഇങ്ങനെയൊക്കെ പതിനെട്ടൊക്കെ ഇത് ഒക്കെ കൂടി ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക. അപ്പൊ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ചിലപ്പോൾ പാളാൻ സാധ്യത ഉണ്ടിട്ട് അത് ഞാൻ പറഞ്ഞു. ചേച്ചിക്ക് അന്നേരം ഇപ്പൊ ഒക്കെ ഇത്രയും ഒരു ഇതെടുത്ത് ചെയ്തപ്പോഴേ എപ്പോഴെങ്കിലും വേണ്ട ചേട്ടാ നമുക്കിത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുവോ, നമുക്കിത് നിർത്താൻ പറ്റാണ്ട് വരുവോ, അങ്ങനെ ഒരു ഇത് ചേച്ചിക്ക് തോന്നിയോ? പറഞ്ഞില്ല. അപ്പൊ ചേച്ചിയുടെ മനസ്സിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അല്ല അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തെങ്കിലും ഒരു ഇത് വരുവാണെങ്കിൽ. നോക്ക്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ എല്ലാവരും. നമ്മളൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഒക്കെ സെൽഫിഷ് ആയിട്ട് പലപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇവര് രണ്ടുപേരും ഒരു രീതിയിലും ഒരിത്തിരി പോലും ഇവർ സെൽഫിഷ് ആയിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന വനജ എന്ന് പറഞ്ഞ അവർക്ക് ഈ വീടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇന്നിപ്പോൾ ചേച്ചിയുടെ കണ്ണിൽ നിന്ന് വരുന്ന ഇതുണ്ടല്ലോ, അതെന്റെ പൊന്നു ചേച്ചി, അത് ഒരുപാട് പേര് ഭയങ്കരമായിട്ടും അത് ഇത് ചെയ്യേണ്ട ഒരു ഇതാണ്. ഇത് ഞങ്ങള് ആ സമയം എന്ന് പറഞ്ഞാൽ കൊണ്ടുപിടിച്ചു. ഞാൻ ആ സിനിമയായിട്ട് വന്ന സമയത്താണ്. അപ്പൊ നിറച്ച് പടങ്ങളും ഒക്കെ ഉണ്ടായി. ആ സമയത്താണ് നമ്മൾ വീട് വെക്കണം. അത്ര നാളെ ഞങ്ങൾ 15 വർഷം അടക്ക് താമസിക്കും. വീട് വെച്ച് കയറി എൻ്റെ അമ്മയുടെയും വൈഫിൻ്റെ അമ്മയുടെ എല്ലാവരും ആഗ്രഹം ഞങ്ങൾ എവിടെയും സെറ്റായി കാണാനായിട്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഹാപ്പിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വീടിന്റെ പരിപാടിയൊക്കെ തീർത്ത് താക്കോലൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ലോൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കാനില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ അല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോ ഇപ്പൊ എല്ലാവരും മാറിക്കളഞ്ഞപ്പോ നമ്മളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥ വരുവാണെങ്കിൽ ഞാൻ വീട് വിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെ നമുക്ക് അവരോട് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങളുടെ ഇനി പൈസ ഇല്ല പണി നിർത്തി വെക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആരൊക്കെ ഇട്ടിട്ട് പോയാലും നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. രശ്മി ചേച്ചിയുടെ ആ ഒരു വലിയൊരു സപ്പോർട്ടാണ്. രശ്മി ചേച്ചി ഒരിക്കലും ഒരു തവണയെങ്കിലും വേണ്ട ചേട്ടാ നമ്മളും ഇത് പെടുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിന് ഞാനൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തിയിട്ട് സ്പോൺസർ ചെയ്യാന്നൊരു സഹായിക്കില്ല എന്ന് പറഞ്ഞ അവസാനം ടൂർണമെന്റ് നടക്കുന്ന സമയം അത് ഇത്രയും പൈസ സ്വർണം കൊണ്ടുവന്നെ ചേട്ടായി ടൂർണമെന്റ് നടത്തണം എന്ന് പറഞ്ഞ ആളാണ് ഇയാള്. ഓ, അല്ലാതെ ഒരു തവണ പോലും നമുക്കൊരു ജീവിതമില്ലേ, നമുക്കും ജീവിക്കണ്ടേ എന്നുള്ള ഒരു സംഭവം ചേച്ചി പറഞ്ഞിട്ടില്ല? ഇല്ലില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ചേച്ചിയുടെ മനസ്സാണ് എന്റെ പൊന്നെ ചേച്ചി. ശരിക്കും അത് ഞാനിവിടെ സുരക്ഷിതയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ശരിക്കും അത് അല്ല ചേട്ടാ, അത് എന്താ പറയാ, ഒരു ആനന്ദാശ്രമാണ് അത്. അതിപ്പം ഇത്രയും ചെയ്ത് കൊടുത്തതിന്റെ ഒരു ഇതും പിന്നെ എത്രയായാലും ഉള്ളിന്റെ ഉള്ളിൽ വന്ന ഒരു നമ്മുടെ വീട്ടിൽ ചെയ്യണ പോലെ ഞങ്ങളുടെ സഹോദരങ്ങൾ ചെയ്യണ പോലെ ഞങ്ങൾ കണ്ടത്. കാരണം അതേപോലത്തെ ആ അവസ്ഥയും ആ ചേച്ചിക്ക് വയ്യ, വീടിന്റെ അവസ്ഥ, കുട്ടികളുടെ അവസ്ഥ, അത് +1 +2 പഠിക്കുമായിരുന്നു ആ സമയത്ത്. അപ്പൊ അവരുടെ അവസ്ഥ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ പോലത്തെ ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുള്ളൂ.